ടി ജി മോഹൻദാസിന്റെ അറസ്റ്റിനെതിരെ BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അവധി ദിവസം നോക്കി കസ്റ്റഡിയിലെടുത്തത് വിവേചനപരവും അപലപനീയവുമാണെന്നാണ് വിമർശനം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളും തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങളും മറച്ചുവെക്കാനുള്ള നാടകമാണെന്നും BJP ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് അപലപിച്ച് ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നു. ടി ജി മോഹൻദാസിനെതിരെ ആസൂത്രിത നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ആരോപിച്ചു. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അത് കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് വരുത്തി തീർക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞതിനെ ആസ്പദമാക്കിക്കൊണ്ട് കേസെടുക്കാൻ ഒരു വകുപ്പില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും ശത്രുക്കളെ വിരള പിടിപ്പിക്കുന്നതും അസ്വസ്ഥമാക്കുന്നതുമാണ്. ഇത് അവസരമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള നീക്കമാണ്. ഇത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണ്. ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇത് ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ലേബി സജീന്ദ്രനുണ്ട്. ലേബി സജീന്ദ്രൻ, ഈ RSS തന്നെ ടി ജി മോഹൻദാസിന്റെ ഈ വിഷലിപ്തമായ വാക്കുകളെ തള്ളിക്കളഞ്ഞതാണ്. പക്ഷെ അപ്പോഴും ഹിന്ദു ഐക്യവേദി പിന്തുണ പ്രഖ്യാപിക്കുകയാണോ? അറസ്റ്റിനെതിരെ BJP രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, പരിവാർ സംഘടനകൾ ഇപ്പോൾ ടി ജി മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുത്തതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, ടി ജി മോഹൻദാസിന്റെ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് BJPയും രംഗത്ത് വന്നിട്ടുണ്ട്. BJP പറയുന്നത് വിവേചനപരമാണ്, അവധി ദിവസം നോക്കി അറസ്റ്റ് ചെയ്തത് വിവേചനപരം തന്നെയാണ്, അപലപനീയമാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞവർക്കെതിരെ കേസില്ല. ഇത്തരത്തിൽ രണ്ട് നീതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിൽ പറ്റിയ വീഴ്ചയോ അല്ലെങ്കിൽ തീരദേശത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെയോ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നു, പോലീസ് നടത്തുന്നു എന്നുള്ള ആരോപണമാണ് BJP ഔദ്യോഗിക പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾക്കും ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആസൂത്രിത നീക്കം നടത്തുന്നു. അത് മാത്രമല്ല, ടി ജി മോഹൻദാസ് പറയുന്നത് പലപ്പോഴും ശത്രുപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇപ്പോൾ നിരന്തരം ഈ രീതിയിൽ ടി ജി മോഹൻദാസിനെതിരെയുള്ള നീക്കം നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ സർക്കാസ്റ്റിക്കായ ഈ പറഞ്ഞൊരു കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കലാപ ആഹ്വാനം നടത്തുന്നു, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ പരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒപ്പം BJPയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ലേബി സജീന്ദ്രൻ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതിൽ അതും ഒഴിവ് ദിവസം നോക്കി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അമ്മാതിരി പറച്ചിലല്ലേ സാർ ടി ജി മോഹൻദാസ് പറഞ്ഞത്? RSSകാർക്ക് പോലും ദഹിക്കാത്ത തരത്തിലുള്ള പരാമർശം. അവിടെ പ്രതിഷേധിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും അടക്കമുള്ളവർ കൂട്ടബലാത്സംഗ പ്രിയരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആരെങ്കിലും കേട്ടോണ്ടിരിക്കൂ? ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടില്ല അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ പ്രതിഷേധമുണ്ടാവും സ്വാഭാവികമായും. മാത്രമല്ല, ആ ചെറുപ്പക്കാരെ ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പ്രായം ഇത്രയും ആയില്ലേ മിനിമം?